ഹലോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന 15 വ്യത്യസ്ത തരം ഔഷധ ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇതാണ് കുറുന്തോട്ടി. കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതും ആയുർവേദത്തിലും പരമ്പരാഗത ചികിത്സാ രീതികളിലും വളരെയധികം പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് കുറുന്തോട്ടി. ഇതിനെ സംസ്കൃതത്തിൽ ബല എന്നും ഇംഗ്ലീഷിൽ ഇതിനെ കൺട്രി മാലോ എന്നും ഫ്ലാനൽ വീഡ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സിദ്ധ കോർഡിഫോളിയ. ഇതാണ് തുളസി. ആയുർവേദത്തിൽ തുളസിക്ക് വളരെ ഉയർന്ന സ്ഥാനമാണുള്ളത്. ഔഷധങ്ങളുടെ രാജ്ഞി എന്നും തുളസി അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള പലതരം രോഗശാന്തി ഗുണങ്ങളുള്ളതിനാലാണ് തുളസിയെ ഒരു വിശുദ്ധ സസ്യമായിട്ട് കണക്കാക്കുന്നത്. തുളസിയുടെ ശാസ്ത്രീയ നാമമാണ് ഓൺസിയം ടെന്നിഫ്ലോറം. പഴയ ആയുർവേദ ഗ്രന്ഥത്തിലും മറ്റും ഇതിനെ ഓൺസിയം സാൻട്രം എന്നും പറയാറുണ്ട്. ഇത് ലാമീസി കുടുംബത്തിൽപ്പെട്ടതാണ്. ഇത് പുതിന ഉൾപ്പെടുന്ന സസ്യകുടുംബത്തിലെ അംഗമാണ്. ഇതാണ് കറ്റാർവാഴ. ഔഷധ സൗന്ദര്യ ഗുണങ്ങളാൽ ലോകമെമ്പാടും പ്രസിദ്ധമായ ഒരു സസ്യമാണിത്. കറ്റാർവാഴയുടെ ശാസ്ത്രീയ നാമം അലോവേര എന്നാണ്. ഇത് ആസ്ഫോട്ലേസി പഴയ ലിലീസി സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ടൊരു സസ്യമാണ്. ഇതാണ് തുമ്പ. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ലുക്കാസ് എസ്പെര. ഇതുണ്ടല്ലോ ലാമീസി കുടുംബത്തിൽ ഉൾപ്പെട്ടൊരു സസ്യമാണ്. കേരളത്തിൽ വയലുകളിലും പറമ്പുകളിലെല്ലാം ഇത് വ്യാപകമായിട്ട് കണ്ടുവരുന്നൊരു സസ്യമാണ്. തുമ്പച്ചെടിയുടെ പൂവ്, ഇല, വേര് എന്നിവയെല്ലാം ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് മുക്കുറ്റി. ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. മാത്രമല്ല ദശപുഷ്പങ്ങളിലൊന്നാണ് ഈ മുക്കുറ്റി. ഇത് ഒക്സാലിഡേസി കുടുംബത്തിൽപ്പെട്ടതാണ്. ഇതാണ് തൊട്ടവാടി. കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതും വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതുമായിട്ടുള്ളൊരു സസ്യമാണിത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് മിമോസ പുറിക്ക. ഇത് ഫബേസിയ എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഇതിൻ്റെ വേര്, ഇല, തണ്ട്, പൂവ് എന്നിവയെല്ലാം ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത ചികിത്സാ രീതികളിലും ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ശംഖുപുഷ്പം. ആയുർവേദത്തിൽ ശംഖുപുഷ്പം ഒരു പ്രധാന ഔഷധ സസ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. പ്രധാനമായിട്ടും നീല, വെള്ള എന്നീ കളറുകളിലാണ് ഇത് കാണാറുള്ളത്. ഇതിൻ്റെ വേര്, ഇല, പൂവ് എന്നിവ എല്ലാം ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ക്ലിറ്റോറിയ ടെർനേറ്റിയ. ഇത് ഫബേസി സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഇതാണ് തിപ്പല്ലി. കേരളത്തിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നതും കുരുമുളകിൻ്റെ കുടുംബത്തിൽപ്പെട്ടതുമായിട്ടുള്ള വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു വള്ളിച്ചെടിയാണ് തിപ്പല്ലി. ഇതിനെ പിപ്പല്ലി എന്നും ഇന്ത്യൻ ലോങ് പെപ്പർ എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് പൈപ്പർ ലോങ്കം. ഇത് പൈപ്പറേസി കുടുംബത്തിൽ പെട്ടതാണ്. കുരുമുളകിൻ്റെ അതേ കുടുംബം തന്നെയാണ് തിപ്പല്ലിയുടെ കുടുംബവും. ഇതാണ് ആടലോടകം. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ജസ്റ്റീഷ്യ അദത്തോഡ. പഴയ പേര് അദത്തോഡ വസിക. ഇത് ആകാന്തേസി കുടുംബത്തിൽപ്പെട്ടതാണ്. ഇന്ത്യയിൽ മിക്കയിടത്തും, പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടുവരുന്നതും ചുമ, കഫക്കെട്ട് തുടങ്ങിയ ശ്വാസരോഗങ്ങൾക്ക് ആയുർവേദത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് ആടലോടകം എന്ന് പറയുന്നത്. ഇതിനെ മലബാർ നെട്ടെന്നും പറയാറുണ്ട്. ഇതാണ് അയ്യപ്പാന. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് അയ്യപ്പാന ട്രിപ്പിൾനോയിസ്. ഇത് ആസ്ട്രേസി കുടുംബത്തിൽപ്പെട്ടതാണ്. സൂര്യകാന്തിയൊക്കെ ഉൾപ്പെടുന്ന അതേ കുടുംബം. ഇതുണ്ടല്ലോ ഉഷ്ണമേഖല അമേരിക്കൻ വംശജനായിട്ടുള്ള ഒരു ചെറിയ ചെടിയാണ്. ഇതിനെ മൃതസഞ്ജീവിനി എന്നും ചിലയിടങ്ങളിൽ അറിയപ്പെടുന്നു. മാത്രമല്ല പരമ്പരാഗതമായിട്ട് പല രോഗങ്ങൾക്കും അയ്യപ്പാന ഉപയോഗിക്കാറുണ്ട്. ഇതാണ് പൂവാങ്കുരുന്നില. കേരളത്തിൽ സുലഭമായിട്ട് കാണുന്നതും ഔഷധ ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരു സസ്യമാണിത്. ഇതിനെ ലിറ്റിൽ അയൺ വീഡ് എന്നും പറയാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ സഹദേവി എന്നും ഇംഗ്ലീഷിൽ പർപ്പിൾ ഫ്രീബെയിൻ എന്നും വിളിക്കാറുണ്ട്. ദശപുഷ്പങ്ങളിലൊന്നായിട്ടുള്ള പൂവാങ്കുരുന്നിലയുടെ ശാസ്ത്രീയ നാമം സൈന്തില്യം സിനേരിയം എന്നാണ്. പഴയ ശാസ്ത്രീയ നാമം വെർണോണിയ സിനേറിയ. ഇതാണ് കീഴാർനെല്ലി. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫിലാന്തസ് നിരൂരി. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട സസ്യമാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ സ്റ്റോൺ ബ്രേക്കർ അല്ലെങ്കിൽ ഗെയിൽ ഓഫ് ദ വൈൻഡ് എന്നും അറിയപ്പെടുന്നു. ഇത് ഫിലാന്തേസി സസ്യകുടുംബത്തിൽപ്പെട്ടൊരു സസ്യമാണ്. ഇതാണ് പനിക്കൂർക്ക. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് പ്ലെക്ട്രാന്തസ് അംബോയിനിക്കസ്. കേരളത്തിലെ വീടുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതും ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരു സസ്യമാണിത്. ഇതിനെ പ്രാദേശികമായിട്ട് കർപ്പൂരവള്ളി, കഞ്ഞിക്കൂർക്ക, ഞവര എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പനി, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്ക് ഇത് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇതാണ് ചിത്തിരപ്പാല. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് യൂഫോർബിയ ഹിർത്ത. ഇത് യൂഫോർബിയസി സസ്യകുടുംബത്തിൽപ്പെട്ടൊരു സസ്യമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ആസ്മ പ്ലാന്റ് എന്നും പറയാറുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു സസ്യം നാട്ടുവൈദ്യത്തിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്നു.
ഇതാണ് നിലപ്പാല. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് യൂഫോർബിയ ടൈമിഫോളിയ. ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ചെറിയ ഔഷധ സസ്യമാണ്. ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലും ഈ സസ്യം പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്.